ഹേ സിനിമൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സൺ എന്ന സിനിമയെ പറ്റി സംസാരിക്കാം. ചെറിയൊരു റിവ്യൂ ആണ്. സിനിമ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ഗൗതം വാസുദേവ മേനോനാണ്. പിന്നെ സിനിമയിൽ ആക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്മുടെ മമ്മൂക്ക ഉണ്ട്, പിന്നെ നമ്മുടെ ഗോകുൽ സുരേഷ് ഉണ്ട്. അത്യാവശ്യം ഇവർ രണ്ടാണ് മെയിനായിട്ട് ലീഡ് വരുന്നത്. പിന്നെ നമ്മുടെ പാച്ചു അത്ഭുതത്തിലെ ഒരു അമ്മച്ചിയുണ്ട്, ആ ചേച്ചിയുണ്ട്. എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല. സ്മിത എന്നാണ് തോന്നുന്നത്, കൃത്യമായിട്ട് ഉറപ്പില്ല. നമ്മുടെ ഇതിലങ്ങനെ കൊടുത്തേക്കണത്. പിന്നെ സിനിമാറ്റോഗ്രഫി നമ്മുടെ വിഷ്ണു ദേവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷനും അത്യാവശ്യം നനക്കിടു തന്നെയാണ്. ഞാൻ സിനിമ OTT റിലീസ് ചെയ്തിട്ട് 1-2 ദിവസമായി. നമ്മുടെ C5 സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി കാണാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് വാച്ചാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ തിയേറ്ററിൽ ഞാൻ കുറച്ച് സിനിമ തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ച ലിസ്റ്റിൽ സിനിമ ഉണ്ടായിരുന്നില്ല. കാരണം സിനിമയുടെ ട്രെയിലർ ആയപ്പോലും പോസ്റ്റേഴ്സ് ആയപ്പോലും ഒട്ടും പ്രോമിസിങ് ആയിരുന്നില്ല. അതായത് നമുക്കിപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നഷ്ടം വരുമോ എന്നുള്ളൊരു ചിന്ത തന്നെ. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രോമിസിങ് അല്ലാത്തതുകൊണ്ട് എൻ്റെ ലിസ്റ്റിൽ ഈ സിനിമ ഉണ്ടായിരുന്നില്ല. സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നമ്മുടെ വേഫർ ഫിലിംസ് ആണ്. സിനിമ ഏകദേശം ബഡ്ജറ്റ് ഒരു 19 കോടിയോളം വന്നിട്ടുണ്ട്. സിനിമ ഒരു ഫ്ലോപ്പ് ആണെന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്. കാരണം മമ്മൂക്കയുടെ ഈ വർഷം 2 ചിത്രങ്ങളാണ് വരുന്നത്. ഒന്ന് ബസൂക്കയും പിന്നെ നമ്മുടെ ഈ സിനിമയും. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ കളങ്കാവലുണ്ട്. ഈ 2 ചിത്രങ്ങളും ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ കളങ്കാവൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഇപ്പോൾ കളക്ഷൻ വരുന്നുണ്ട്. 100 കോടി എത്താൻ ചാൻസ് ഇല്ല. നമുക്ക് നല്ല നമ്മുടെ വിഷയത്തിലേക്ക് തെന്നിപ്പോയി. നമുക്ക് കിടക്കാം. സിനിമ ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ്, എല്ലാവരും ഇപ്പോൾ പോയി കാണാം. ഒരു ത്രില്ലർ സംഭവമാണ് മെയിനായിട്ട് പിടിച്ചിരിക്കുന്നത്. ഒരു CID പരിപാടി. നമ്മുടെ മമ്മൂട്ടിയും ഗോകുൽ സുരേഷാണ്. മമ്മൂട്ടിയാണ് ആ ഡിറ്റക്റ്റീവ്. അദ്ദേഹം പോലീസിലായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു CID പരിപാടിയിലേക്ക് കടന്നു. കാരണം പോലീസ് ജോബ് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായിരുന്നു എങ്കിൽ പോലും അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ഏതായാലും പോയി കാണാം. ഗോകുൽ സുരേഷ് അതിലേക്ക് വരികയാണ്. അങ്ങനെ അവരൊരു ലേഡീസ് പേഴ്സിലേക്ക് അങ്ങനെ കഥ എത്തുകയാണ്. അതിൽ നിന്ന് കഥ വൈഡാവുകയാണ്. നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ടും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം, അതായത് ഗൗതം വാസുദേവൻ നല്ല കിടുവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമ ഒരു സ്ലോ ബേസിലാണ് പോണത്. അപ്പോൾ സ്ലോ ബേസ് ഇഷ്ടമുള്ളവർ എന്തായാലും പോയി കാണാം. സ്ലോ ബേസ് ഞാൻ ഉദ്ദേശിക്കുന്ന വളരെ ബോറടിപ്പിക്കുന്ന സ്ലോ ബേസ് ഒന്നല്ല. നമ്മുടെ അന്വേഷിക്കും കണ്ടെത്തുന്ന സിനിമയുണ്ട് ടോബിനോടെ, ആ ഒരു ടൈപ്പാണ്. അത്യാവശ്യം നമുക്ക് അയ്യോ ഇതെന്താ മൂവി ആത്ത അങ്ങനെ ടൈപ്പിലല്ല, കിടുവായിട്ട് പോകും. പക്ഷെ വളരെ സ്ലോ ആയിട്ട് പറഞ്ഞ് പതിയെ പോണ ഒരു ചിത്രം തന്നെയാണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു നമുക്ക് ആ ഒരു രീതിയിലായിരുന്നു ഈ ചിത്രം അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് തോന്നി. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് വളരെ പെട്ടെന്ന് പോകേണ്ട ഒരു ചിത്രം തന്നെ ആയിരുന്നു തോന്നിയില്ല. ഒരു കിടിലം, അതായത് ഇതൊരു വേറിട്ടൊരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലോട്ട്, സിമിലർ പ്ലോട്ട് ഉണ്ടാകും, പക്ഷെ ഇത് ഇത്തിരി വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി ഈ സിനിമ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിനൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം ഡൊമിനിക് ആൻഡ് അവർ ഓൾറെഡി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡൊമിനിക് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സൺ അതുപോലെയൊക്കെ പറഞ്ഞ് വേറെ സിനിമകൾ ഇറക്കാം. ഇതൊരു സീരീസ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതിലും മനോഹരമായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കാണാം. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യണ മൂവീസാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അവർ സ്ലോ ബേസ് ഇഷ്ടപ്പെടുന്ന മൂവീസാണ്. അല്ലാത്തവരും തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ടൈം പോയി എന്നൊന്നും നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചിന്തകളൊന്നും തോന്നില്ല. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അപ്പം മമ്മൂട്ടി കമ്പനിയുടെ പ്രത്യേകത അറിയാലോ, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള മൂവീസ് തന്നെയാണ് അത് അവർ ഇറക്കിയിരിക്കുന്നത്. സിനിമയെ പറ്റി എനിക്ക് ഇത്ര പറയാനുള്ളൂ. എന്തുകൊണ്ട് ഇത് തിയേറ്റർ തോറ്റുപോയി എന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് വരുന്നില്ല. മേ ബി നമ്മുടെ മമ്മൂട്ടിയുടെ ഓഡിയൻസ് അറിയാം. അദ്ദേഹത്തിന്റെ നമ്മുടെ ലാലേട്ടൻ ഒരു ക്രൗഡ് പുള്ളറാണ്. മമ്മൂട്ടി ആ ക്രൗഡ് പുള്ളിയാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് അതിനൊരു ആ മൂവീസിനെ നമ്മൾ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ മൂവീസിൽ പ്രൊമോഷൻസ് കുറവായിരുന്നു. അത് സത്യം, നമ്മുടെ ബസൂക്കിക്കും പ്രൊമോഷൻ കുറവായിരുന്നു. മേ ബി അതൊക്കെ ആവാൻ കാരണം. അപ്പം നിങ്ങൾ കാരണങ്ങൾ ജസ്റ്റ് ഒന്നിട്ടേരെ. അദ്ദേഹം അതിനുശേഷം ജസ്റ്റ് ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. മേ ബി അദ്ദേഹം അറിയാലോ, കുറച്ച് അദ്ദേഹം ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. മേ ബി അതിൻ്റെ ആ ടൈമിലൊക്കെ ആവാം പ്രൊമോഷൻ ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഡൊമിനിക് ഈ വർഷത്തെ നല്ലൊരു സിനിമ തന്നെ ആവണ്ടായിരുന്നു. ബസുക്കിനെ പറ്റി അറിയില്ല. ബസുക്ക ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ 2 ചിത്രങ്ങളും ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു OTTയിലേക്ക്. ഇപ്പോഴാണ് റിലീസ് ചെയ്തത്. അറിയാലോ, ഒരു 8 മാസത്തോളം എങ്കിലും എടുത്തു സിനിമ റിലീസ് ചെയ്യാൻ. അപ്പോൾ സിനിമയെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും പോയി കാണാം. C5 സിനിമ. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം.